ഹലോ എവ്രി വൺ, വെൽക്കം ടു കുട്ടു എൻ്റർടൈൻമെൻറ്റ്സ്. ഇന്ന് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് കുട്ടുവിൻ്റെ അമ്മയാണ്. ഇന്നൊരു തേഴ്സ്ഡേ ആണ്. ഏകദേശം ഒരു 11 മണിയായപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഓഫീസിലേക്ക് പോവാണ്. ലാസ്റ്റ് സാറ്റർഡേ ഞാനിട്ട വീഡിയോയ്ക്കകത്ത് ഈ പാർക്കിംഗ് ലോട്ട് ഏകദേശം എംപ്റ്റി ആയിരുന്നു, ഓഫ് ഡേ ആയത് കാരണം. ഇന്നൊരു വർക്കിംഗ് ഡേ ആയത് കാരണം ഫുൾ ഈ പാർക്കിംഗ് ലോട്ടിൽ നമുക്ക് കാറുകൾ കാണാൻ പറ്റും. അതും സാധാ വണ്ടികളൊന്നുമല്ല, എല്ലാം പ്രീമിയം ആയിട്ടുള്ള കാഴ്സാണ്. ഇതായി കിടക്കുന്ന റെഡ് വണ്ടി ഉണ്ടല്ലോ, അതൊരു റേഞ്ച് റോവറാണ്. തൊട്ടപ്പുറത്ത് തന്നെ BMW. അങ്ങനെ പ്രീമിയം കാർ ഷോറൂമിനെ വെല്ലുന്ന മാതിരിയുള്ള കാറുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നടന്നു പോകും. ഇന്നത്തെ ഒരു വെതർ എന്ന് പറയും, നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതേമാതിരി ഒരു കാലാവസ്ഥയായിരുന്നേ. ഇപ്പം ഞാനൊരു ടെമ്പററി ബ്രിഡ്ജ് കടന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുവാണ്. ഞാനിത് ഹൈപ്പർ ലാപ്സിലാണ് ഈ വീഡിയോ ഇപ്പം പ്ലേ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര സ്പീഡിൽ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് ഏകദേശം ഹാർഡ്ലി 7 മിനിറ്റ്സ് നടക്കാനേ ഉള്ളേ. ഹാർഡ്ലി 7 മിനിറ്റ്സ്. ദാ ആ കാണുന്ന വെള്ള ബിൽഡിംഗ് ആണ്, വൈറ്റ് കളർ ബിൽഡിംഗ് ആണ് എൻ്റെ ഓഫീസ്. ബിൽഡിംഗ് നമ്പർ 39, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് സെൻറ്റർ. ഇതാണ് എൻട്രി പോയിൻ്റ്. അവിടുന്ന് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ്. അവിടെ ചെന്ന് ID കാർഡ് വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് അകത്തേക്ക് ഞാൻ കയറി. ഇന്ന് വ്യാഴാഴ്ചയാണ്, അപ്പം സിറ്റി സെൻറ്ററിൽ ഫ്രഷ് ഫിഷ് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ഏകദേശം ഒരു 11:45 ആയപ്പം ഞാൻ ഓഫീസിൽ നിന്ന് പയ്യെ ചാടി നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ നടന്നു. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറി വേണം സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ. പോകുന്ന വഴിക്ക് കാണുന്നതാണ് നമ്മുടെ സെൻറ്റനറി റെസ്റ്റോറൻറ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് ഓത്തൻറ്റിക് ചൈനീസ് ഫുഡ് കിട്ടും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൂഡിൽസ്, പിന്നെ കറക്റ്റ് ഓത്തൻറ്റിക് ആയിട്ടുള്ള ചൈനീസ് ഫുഡ് കംപ്ലീറ്റ്ലി നമുക്കിവിടെ കിട്ടും. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല, പക്ഷേ പോയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് മസ്റ്റ് ട്രൈ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ പോകുന്നുണ്ട് എന്തായാലും, മേ ബി വെരി സൂൺ. ഇത് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ബസ്സാണ്. എനിക്ക് ബസ്സിൽ അല്ല കയറേണ്ടത്. എനിക്ക് കയറേണ്ടത് സിറ്റി ആൻഡ് നോക്സ് എന്ന ബോർഡുള്ള ബസ്സിലാണ് കയറേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ അത് അവിടെ കിടക്കുന്ന ബാക്കിൽ കിടക്കുന്ന ബസ് സിറ്റി ആൻഡ് നോക്സ് ആണ്. അപ്പം ഞാൻ നേരെ ആ ബസ്സിനടുത്തേക്ക് പോവാണേ. അങ്ങനെ ഞാൻ ബസ്സിൽ എൻ്റർ ചെയ്തു. ബസ് ഏകദേശം കാലിയാണ്, കാരണം ക്ലാസ് ടൈമാണ്, വർക്കിംഗ് അവേഴ്സാണ്. ഏകദേശം ഒരു 12 noon ആകുന്നതേ ഉള്ളൂ. സോ ബസ് ഓൾമോസ്റ്റ് എംപ്റ്റി തന്നെയാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോപ്പിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ ജൂബിലി സ്പോർട്സ് ഹാളിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റോപ്പാണ്. ജൂബിലി സ്പോർട്സ് ഹാൾ എന്ന് പറഞ്ഞാണ് നമ്മുടെ ജിമ്മൊക്കെ ഉള്ളത്. ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്ന ജിമ്മ് ഇതാണ്. ജൂബിലി സ്പോർട്സ് ഹാളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ജിം. കാണിച്ചു തരാം. ഇത് നമ്മുടെ ഓൾഡ് ജിമ്മാണ്. ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ ഓൾഡ് ജിമ്മിൽ സ്വിമ്മിംഗ് പൂളാണ്. ദാ ആ കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജിം, ദ ജൂബിലി സ്പോർട്സ് ഹാൾ. ഇവിടെ അത്യാവശ്യം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ജിം എക്യുപ്മെൻറ്റ്സും, അത് കൂടാണ്ട് കുറേ കോട്ട്സ്, പിന്നെ അതല്ലാണ്ട് കുറേ ക്ലൈംബിങ്, അങ്ങനത്തെ കുറേ പുതിയ പുതിയ ഐറ്റംസ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള അന്തരീക്ഷമായത് കാരണം ബസ്സിനകത്ത് നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര രസമാണ്. ഒരു മൂടി കെട്ടിയ കാലാവസ്ഥ. ഈ എല്ലാ ബിൽഡിങ്സിൻ്റെയും ആർക്കിടെക്ചർ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എക്സ്റ്റേണൽ അപ്പിയറൻസ് വൈസും ഇതെല്ലാമേ ഒരുപോലെ ഇരിക്കും. വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാഴ്ചയിൽ തോന്നത്തില്ല.
ഈ ഏരിയയിലുള്ള മിക്ക വലിയ ബിൽഡിങ്സും റെസിഡൻഷ്യലാണ്, അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് അതേമാതിരി ഉള്ളതാണ് ഈ കാണുന്ന ഒരു മെജോറിറ്റി ബിൽഡിങ്സും. ബസ്സിലൊന്നും ഒരാളും ഇല്ല കേട്ടോ. എനിക്ക് സിറ്റി സെൻറ്റർ എത്താറാകുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു റോഡ് സ്ട്രെച്ചാണിത്. എനിക്ക് ഈ സ്ട്രെച്ച് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഈ റോഡല്ല, ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും റോഡുണ്ട്. ഇതിന് നടുക്ക് കണ്ടോ കുറേ മരങ്ങൾ നിൽക്കുന്ന സ്ഥലം. ഇത് ഭയങ്കര രസമാണ്. ഓരോ സീസണിലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയാണ്. ഇതിപ്പോൾ വിൻ്റർ സീസണാണ്. ഓട്ടം കഴിഞ്ഞിട്ട് ഇതാ വിൻ്റർ വന്ന സമയമാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇലകളൊക്കെ കൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഏകദേശം ശിഖരങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നൊരു സമയം. അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. അതേപോലെ തന്നെ സ്പ്രിംഗ് സീസൺ വരുമ്പോഴും ഫുള്ളി ഗ്രീനായിരിക്കും. ഈ എല്ലാ മരങ്ങളും തളിർത്ത് നല്ല പച്ച നിറമുള്ള ഇലകളുമായിട്ട്, താഴെയാണെങ്കിലും താഴത്തെ പുൽത്തകിടിയാണെങ്കിലും നല്ല ഗ്രീനിഷായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് ആ സമയത്തെ വിഷ്വൽ കാണാൻ. ഓരോ സീസണും അതിൻ്റേതായിട്ടുള്ള ഭംഗിയാണ്. ഈ UK ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണത്. ഞാനിവിടെ വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു വിൻ്റർ ഭയങ്കര ഡിപ്രസിങ് ആണ്, എസ്പെഷ്യലി ഒറ്റയ്ക്കായ സ്ഥിതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റയ്ക്കായ ആൾക്കാർ തന്നെയാണ് പറഞ്ഞു അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വിൻ്റർ ഒന്ന് സർവൈവ് ചെയ്യാൻ. ഭയങ്കര ഡിപ്രസിങ് ആണ്. ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങും. നമ്മൾ ഭയങ്കര ലോൺലി ആകുന്നതായിട്ട് തോന്നും അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ സോ ഫാർ സോ ഗുഡ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഡിപ്രഷൻ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഈ സീസൺ വല്ലാണ്ട് അങ്ങ് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സീസണിൻ്റെ ഒരു മനോഹാരിത ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. നോക്ക് എന്ത് രസമാണെന്നറിയാമോ. ഇതൊക്കെ പാർക്കുകൾ മാതിരി കൂടിയാണ് കേട്ടോ. ഇതിനകത്തോടെയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതും ജോഗ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റോപ്പിൻ്റെ പേര് ലോ കോട്ട്സ് എന്നാണ്. സിറ്റി സെൻറ്റർ എത്താറായിരിക്കുന്നു. രാവിലെ ഇവിടെയൊക്കെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നുണ്ട്. അതേമാതിരിയാണ് റോഡും ഒക്കെ കാണുന്നത്. ഇത് സെനോടാപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ്. ഈ സെനോടാപ്പ് സ്റ്റോപ്പ് ഇറങ്ങുമ്പോൾ അതിൻ്റെ 2 സൈഡിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാർക്കുകളാണ്. സ്പ്രിങ്ങിൽ സമ്മർ ടൈമിൽ വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഈ പാർക്കിൽ കാണാൻ കഴിയും. ആ കാണുന്ന ബിൽഡിംഗ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൻ്റെ തന്നെ ഒരു ബിൽഡിംഗ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടണിന് പല ക്യാമ്പസുകളുണ്ട്. ബോൾഡറിവുഡിലുണ്ട്, ഹൈഫീൽഡിലുണ്ട്. ഹൈഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് വിൻചെസ്റ്ററിൽ അവർക്ക് ആർട്ട് സ്കൂളുണ്ട്. പിന്നെ സിറ്റി സെൻറ്ററിലുണ്ട്. അത് ആ സിറ്റി സെൻറ്ററിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ജയൻ വീലൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പാർട്ടായിട്ട് വന്നതാണ്. ഭയങ്കര രസമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സീനാണ് ഈ സ്ട്രീറ്റ്. അങ്ങ് ദൂരെ കാണുന്നതാണ് സൗത്താംപ്ടണിൻ്റെ KFC. ഞാൻ ഒരിക്കൽ കയറിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ KFC. കാരണം എനിക്കൊരു ഭയങ്കര എന്താണ് ഒട്ടും സ്പൈസി അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിലെ KFC എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ടേസ്റ്റിന് പറ്റിയതാണല്ലോ, സ്പൈസി ആയിട്ടുള്ള. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേനും ഒരു ബ്ലണ്ട് ടേസ്റ്റ്, ഒട്ടും സ്പൈസി ഒന്നും അല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. ഇത് സൗത്താംപ്ടൺ സിറ്റി സെൻറ്ററിലെ ഒരു വലിയ ബിൽഡിംഗ് ആണ്. ബാക്കിൽ തന്നെ നമുക്കൊരു ക്ലോക്ക് ടവറൊക്കെ കാണാം. ഈ ബിൽഡിങ്ങിൻ്റെ പേരെന്താണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും.
എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഫൈനലി ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. വെസ്കിയുടെ സ്റ്റോപ്പാണ്. സൗത്ത് ആംപ്ടൺ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് വഴി കയറി ആണ് ഞാൻ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോഴാണ് ഈ സ്ഥലം കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ പറയണ്ട, ഒരുപാട് കുട്ടികളും പാരൻസും ഫുള്ളി ക്രൗഡഡ് ആകും ഈ പ്ലേസ് ഡ്യൂറിങ് വീക്കെൻഡ്സ്. ഈ കാണുന്നതാണ് ബാർഗേറ്റ്. ഇത് ആക്ച്വലി 11th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത സ്റ്റോൺ ആൻഡ് ഫ്ലിൻറ്റ് കൺസ്ട്രക്ഷനാണ്. ഇത് ആക്ച്വലി ഇതിനൊരു ഭയങ്കര റിച്ച് ഹിസ്റ്ററിയും അതിൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സും ഒക്കെ വളരെ ഡിസ്റ്റിങ്ക്റ്റാണ്. ഇതിനകത്ത് നമുക്ക് കിങ് ജോർജ് III ഒരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് ഇത് സിറ്റിയുടെ ഒരു ഡിഫെൻസ് ആയിരുന്നു എഗെയിൻസ്റ്റ് ഇൻവേഡേഴ്സ്, വിച്ച് ഇൻക്ലൂഡ്സ് പൊട്ടൻഷ്യൽ വൈക്കിംഗ് റെയ്ഡ്സ്. ഇത് ഈ കാണുന്നതൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. സൗത്ത് ആംപ്ടൺ ക്രിസ്മസ് മാർക്കറ്റും അതിൻ്റെ ഡെക്കറേഷൻസും ആണ്. ഈ കാണുന്ന വഴിയിലൂടെ ഒരു 0.9 മൈൽസ് ഒന്നും ഇല്ല അവിടുന്ന് ഏകദേശം ഒരു 1/2 മൈൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഫിഷ് മാർക്കറ്റിലേക്ക്. ഈ പാർക്ക് വഴിയാണ് പോകേണ്ടത്. ഈ പാർക്കിൻ്റെ പേരാണ് ഹോഗ്ലാൻഡ്സ് പാർക്ക്. അത് സൗത്ത് ആംപ്ടൺ സിറ്റിയുടെ ഹൃദയത്തിലുള്ള ഒരു സെൻട്രൽ പാർക്കാണ്. അങ്ങനെ നടന്നു പോയപ്പോഴാണ് ഈ ഒരു പക്ഷീനെ ഞാൻ കണ്ടത് കേട്ടോ. ഭയങ്കര ക്യൂരിയസ് ആയി, ഇത് എന്താണ് ഈ ബേർഡിൻ്റെ പേരെന്താണെന്ന് അറിയാനായിട്ട് ഞാനങ്ങനെ ഗൂഗിൾ ലെൻസ് വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് റിംഗ് ബിൽഡ് ഗൾ എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് കാനഡയിലും നോർത്തേൺ US ഒക്കെ കാണപ്പെടുന്ന ഒരു ബേർഡാണ്. ഇതൊരു മൈഗ്രേറ്ററി ബേർഡ് കൂടിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ചിട്ട് ഇത് ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക്, പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും നേഷൻസ്, അതായത് കൺട്രീസ് ട്രാവൽ ചെയ്തൊക്കെ പോകുന്ന ടൈപ്പ് ഒരു ജിഞ്ചിന്നക്കടി ബേർഡാണിത്. ഇത് ആക്ച്വലി ഈ ഗള്ളെന്ന് പറയുന്നത് ഒരു റെഗുലർ വാൻഡററാണ് ടു വെസ്റ്റേൺ യൂറോപ്പിലേക്കൊക്കെ എപ്പോഴും കാണപ്പെടുന്ന ഒരു മൈഗ്രേറ്ററി ബേർഡാണ്. അയർലൻഡിലും ഗ്രേറ്റ് ബ്രിട്ടനിലും ഒക്കെ ഇപ്പോൾ ഈ ബേർഡ് ഒരു സ്ഥിര സാന്നിധ്യമാണ്. അതായത് ദിസ് പർട്ടിക്കുലർ ബേർഡ് ഈസ് എ നേറ്റീവ് ഓഫ് കാനഡ ആൻഡ് നോർത്തേൺ US, ബട്ട് ഒരു വിൻ്ററിങ്ങിൻ്റെ പാർട്ടായിട്ട്, ഒരു റെഗുലർ വിൻ്ററിങ്ങിൻ്റെ പാർട്ടായിട്ട് ഈ ബേർഡിനെ നമ്മൾ സ്ഥിരമായിട്ടിപ്പം ബ്രിട്ടനിലും അയർലൻഡിലും ഒക്കെ കാണാറുണ്ട്. ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ ഈ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഞാൻ കരുതി ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിങ്ങനെ കുറച്ച് നേരം അതിനെ തന്നെ നോക്കി നിന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ എണ്ണത്തിനെ കണ്ടു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേർഡായിട്ട് കുറേ എണ്ണമുണ്ട്. ഇതിൻ്റെ തന്നെ പേരൊരെണ്ണം കുറച്ച് അപ്പുറത്തേക്ക് മാറിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനതിനെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പേരാന്ന് തോന്നുന്നു. കുറച്ച് അപ്പുറത്തോട്ട് മാറി നിൽപ്പുണ്ട് ആശാൻ. റിംഗ് ബിൽഡ് ഗൾ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. സീഗൾ എന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, സീഗൾസ് എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ എന്തോ വെറൈറ്റി ആണെന്ന് തോന്നുന്നു, റിംഗ് ബിൽഡ് ഗൾസ്. പിന്നെ കുറേ പ്രാവുകളും ഉണ്ട് കേട്ടോ. പ്രാവുകൾ ഒരു നമ്പർ ഓഫ് പ്രാവുകളുണ്ട്. 1 2 3 4 5 ഒന്നുമല്ല, കുറേ അധികം പ്രാവുകൾ. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ലിപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട് കുറേ അധികം പ്രാവുകളുള്ളത്. അപ്പം ഈ പാർക്കിൻ്റെ പേരാണ് ഹോഗ്ലാൻഡ്സ് പാർക്ക്. സൗത്ത് ആംപ്ടണിലെ സെൻട്രലിൽ ഹാർട്ട് ഓഫ് ദി സിറ്റിയിലുള്ള ബ്യൂട്ടിഫുൾ പാർക്ക്. ഈ പാർക്കിനകത്തൂടെ കയറി ഒരു ഷോർട്ട് കട്ട് വഴിയാണ് ഞാൻ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നത്. എന്ത് രസമാണല്ലേ ഈ മരങ്ങളും ഈ പച്ചപ്പും ഒക്കെ കാണാൻ. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഈ പച്ചപ്പും ഹരിതാപയും ഒക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അല്ല കേട്ടോ. ഇത് പിള്ളേരുടെ ഒരു പാർക്കാണ്. വീക്കെൻഡ്സൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര ബഹളമാണ്. പിള്ളേർ ഫുള്ളി കിഡ്സും അവരുടെ പാരൻസും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസാണിത്. പക്ഷേ ഇന്നിപ്പം വർക്കിംഗ് ഡേ ആണ്, സ്കൂൾ ഡേ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നടന്നു പോയപ്പോൾ അതേ വീണ്ടും ഒരു റിംഗ് ബിൽഡ് ഗൾ അവിടെ നിൽപ്പുണ്ട്. അതിനെ കുറച്ച് നേരം അതിനെ ഞാൻ നോക്കി നിന്നു.
ഈ പാർക്കിൽ ഈ ടൈപ്പ് ബേർഡിൻ്റെ കുറേ അധികം ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഈ ടൈപ്പ് ബേർഡിൻ്റെ ഒരു ഫാമിലി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ റോഡ് ക്രോസ് ചെയ്ത് അടുത്ത എൻഡിൽ പോയിട്ട് ഒരു റോഡ് കൂടെ ക്രോസ് ചെയ്യണം. അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നിടത്താണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് റോഡ്. ഈ റോഡ് ക്രോസ് ചെയ്ത് ആ ഓപ്പോസിറ്റിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ഇല്ല. ആകെ അവരവിടെ വരുന്നത് വ്യാഴാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകുന്നേരം 3:45 വരെ. സെൻറ്റ് മേരീസ് പ്ലേസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സൗത്താംപ്ടൺ ഫിഷ് ഗായ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ ബോക്സിൽ കൊണ്ടുവന്നിട്ട് ഫിഷ് വെച്ചിട്ടുണ്ടാകും. അതിൽ കാണുന്നത് ക്യാവിയർ എന്ന് പറഞ്ഞ സാധനമാണ്. അത് സംതിങ് ലൈക്ക് മീൻമുട്ട. പിന്നെ ഇത് സീ ബ്രീമാണ്. 1 കിലോയ്ക്ക് 10 പൗണ്ടാണ്. സോ ഞാൻ ഈ പൗണ്ടിൽ പറയുമ്പം അതിൻ്റെ ഇന്നത്തെ കൺവേർഷൻ റേറ്റ് പ്രകാരം 1 പൗണ്ട് എന്ന് പറയുന്നത് 107.92 രൂപയാണ്. ഇത് റെഡ് മുള്ളറ്റാണ്. ഒരു തവണ ഞാൻ വാങ്ങിയിരുന്നു. കിളിയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച്, പക്ഷേ അത് കിളിയല്ല. പക്ഷേ ഓക്കെ, ഒരുപാട് അങ്ങ് ടേസ്റ്റ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ട്യൂണയാണ്. ആ കാണുന്ന മസൽസാണ്. മസൽസ് വലിയ റേറ്റിലായിരുന്നു കേട്ടോ. 1 കിലോയ്ക്ക് 10 പൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്ക്വിഡ് കണ്ടോ, സ്ക്വിഡ് ഞാൻ വാങ്ങിയായിരുന്നു. പിന്നെ ഒക്ടോപ്പസ്, ഈ കാണുന്നതാണ് ഒക്ടോപ്പസ്. പിന്നെ ഈ കാണുന്നത് ക്ലാംസ് ആണ്. ഇതാണ് കിളിയുടെ പേര് എന്താണെന്നോ കിളി ഞാൻ മേടിച്ചായിരുന്നു ഇന്ന്. ഇത് മിൽക്ക് ഫിഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് 1 കിലോയ്ക്ക് 9 പൗണ്ടാണ്. ഇത് ഓയിസ്റ്ററാണ്. ഓയിസ്റ്ററും കൈൻഡ് ഓഫ് ചീപ്പായിരുന്നേ. അതായത് ഒരു ഓയിസ്റ്ററിന് 1 പൗണ്ടാണ്. പക്ഷേ ഓയിസ്റ്റർ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ട് നെക്സ്റ്റ് ടൈം പോകുമ്പം മേടിക്കണം. ആ കാണുന്നത് സാൽമണിൻ്റെ പാർട്സാണ്. സാൽമണിൻ്റെ മീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തലയും ബാക്കി മുൾഭാഗമാണത്. അതിന് ഒരു സാൽമണിൻ്റെ പാർട്ടിന് 2 പൗണ്ടാണ്. മിക്കവാറും ആൾക്കാർ മേടിക്കാറുണ്ട്. ഞാനും വാങ്ങിയിട്ടുണ്ട് 1-2 തവണ. ഒരു 2 പൗണ്ടിന് ഒരു സാൽമൺ പീസ് വാങ്ങിയ ഒരാൾ മാത്രം, അതായത് എനിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എനിക്ക് ആ ഒരു മീൻ കറി വെച്ചാൽ ഒരു 3 ദിവസമൊക്കെ പോവേ. ഇത് നമ്മുടെ മത്തിയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ മത്തി. സാഡൈന് 10 ആണ്. ഒരു കിലോയ്ക്ക് 10 പൗണ്ടാണ് വില. ഇത് പ്രോൺസാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസാണ്. ഞാൻ ഒരു തവണ വാങ്ങിയിരുന്നു. ഫ്രഷ് പ്രോൺസാണ്. ആ ഒരു ബോക്സിന് 1 കിലോയുടെ ഒരു ബോക്സാണത്. ആ ബോക്സിന് 12 പൗണ്ടാണ് വില. അപ്പം അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കവറും ഗ്ലൗസും വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമ്മളത് എടുത്തിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഫിഷ് എടുക്കാം. ഇത് ക്യാവിയറാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മീൻമുട്ട. റെഡ് മുള്ളറ്റാണ്. ട്യൂണയാണ്. ട്യൂണയ്ക്ക് 1 കിലോയ്ക്ക് 22 പൗണ്ടാണ്. സ്ക്വിഡിന് 1 കിലോയ്ക്ക് 15 പൗണ്ടാണ്. ഞാൻ കുറച്ച് ഒരു അര കിലോ അടുപ്പിച്ച് ഞാൻ വാങ്ങിയിരുന്നു. ഇത് ക്ലാംസ്, നമ്മുടെ കക്ക ഇറച്ചി മാതിരിയുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ നാട്ടിലെ കിളിമീനാണ്. അതും ഞാനൊരു 4 എണ്ണം വാങ്ങിയായിരുന്നു ഇന്ന്. ഇത് എന്തായിരുന്നു, ഇതാണ് നമ്മുടെ ഓയിസ്റ്റേഴ്സ്. അതിന് 1 പൗണ്ടേ ഉള്ളൂ. ഇത് നമ്മുടെ ശംഖാണ്. പല മീനുകളും ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് മീനുകൾ ഇവിടെ ഉണ്ട്. സാൽമണാണ്. ഇത് വലിയ ചെമ്മീൻ മാതിരിയുള്ള സാധനമാണ്. ഇത് ക്രാബാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ സാൽമണിൻ്റെ
പീസല്ല പാർട്സ്. ഇത് ക്രാബാണ്. ഇത് ആ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ വെജിറ്റബിൾസ് ആണ്. ഇതൊക്കെ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ടേർണിപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഇത് കണ്ടോ, കളർഫുൾ ഫ്രൂട്ട്സാണ്. ആപ്പിളുണ്ട്, ഇത് ബ്ലൂബെറിയാണ്, ഇത് ബനാനയാണ്. അങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇത് കണ്ടോ, ആ ഒരു ബോക്സ് സ്ട്രോബെറിക്ക് 1.5 പൗണ്ടാണ്, വിച്ച് ഈസ് ക്വൈറ്റ് ചീപ്പ് കമ്പയർഡ് ടു ബിഗ് സൂപ്പർ മാർക്കറ്റ്സ്. ഇത് സീഡ്ലെസ് ഗ്രേപ്സ് ആണ്. സീഡ്ലെസ് ഗ്രേപ്സ് ഗ്രീനും പേർപ്പിളും ഒക്കെ കിട്ടും. ഇത് ആവോക്കാഡോ ആണ്. ക്യാരറ്റൊക്കെ 80 pence വിലയുള്ളൂ. സാധനം എല്ലാം വാങ്ങിയിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചു പോവാണ്. പെഡസ്ട്രിയൻ സിഗ്നൽ ഗ്രീൻ വന്നു, ഞാൻ റോഡ് ക്രോസ് ചെയ്തു. ടോട്ടൽ ഞാൻ ഇത്രയും പൗണ്ടിന് ഞാൻ ഫിഷ് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 14 പൗണ്ടിന് ഞാൻ ഫിഷ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ പ്രാവുകളുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് തിരിച്ചു പോകുന്ന വഴിക്ക് ആ പാർക്കിൻ്റെ സൈഡിലായിട്ട് കുറേ പ്രാവുകൾ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഇതേമാതിരി ഉണ്ടാവും കേട്ടോ. ഏത് സീസണാണോ, മഴയാണോ വെയിലാണോ ഇടിയാണോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. എപ്പോഴും ഇതുപോലെ എല്ലാവരും കൂട്ടമായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഞാൻ തിരിച്ചെനിക്ക് ഓഫീസിലെത്തണം. 3 മണിക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അത് കാരണം ഞാൻ മീൻ വാങ്ങിയിട്ട് അതേപോലെ ഞാൻ തിരിച്ച് ബസ് കയറി ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വെജിറ്റബിൾ ഷോപ്പുണ്ട്. അവിടുന്ന് എനിക്ക് വെണ്ടയ്ക്ക എൻ്റെ ഫേവറേറ്റാണ്. അവിടെ പക്ഷേ ക്യാഷേ അവർ എടുക്കുകയുള്ളൂ, കാർഡ് കൊടുത്താൽ അവർ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ATM പോയി കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തു. എന്നിട്ട് നേരെ ഞാൻ ആ പറഞ്ഞ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഷോപ്പിൽ വന്നു. ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും വാങ്ങി ഞാൻ തിരിച്ച് ബസ് കയറാനായിട്ട് പോവാണ്. മുമ്പേ ബസ്സിൽ വെച്ച് ഞാൻ കാണിച്ച KFC ആണിപ്പോൾ കണ്ടത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഒരു മഴയുടെ അവസ്ഥ ആയതുകൊണ്ടുമാണെന്ന് തോന്നുന്നു റോഡും സ്ട്രീറ്റും എല്ലാം ബസ്സും എല്ലാം ഏകദേശം വിജനമായിരുന്നു, ആൾക്കാർ കുറവായിരുന്നു. ഇത് ഞാൻ ബസ്സിൽ വെച്ച് കാണിച്ച ആ ജയൻ്റ് വീലാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ബസ് കിട്ടുന്ന സ്റ്റോപ്പ്. സെനോടാപ്പ് എന്നാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. അങ്ങനെ എനിക്ക് ബസ് കിട്ടി. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോപ്പിൽ ഇറങ്ങി. 1:15 ഞാൻ തിരിച്ച് യൂണിവേഴ്സിറ്റിയിലെത്തി. 11:15 അടുപ്പിച്ച് ഞാൻ പോയതാണ്. 1:15 എത്തുകയും ചെയ്തു. ഏകദേശം 1.5 മണിക്കൂർ അടുപ്പിച്ച് എടുത്തോളൂ മൊത്തം ഒന്ന് പോയി വരാൻ. 1:30 ഞാൻ തിരിച്ചെൻ്റെ മെയിൻ ഓഫീസിലേക്ക് കയറി. അപ്പോൾ കയ്യിൽ ഫിഷ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ പോയിട്ട് ഓഫീസിലെ ഫ്രിഡ്ജിൽ ഫ്രീസറുണ്ട്, ഞാൻ അതിലേക്ക് വെച്ചു. അതെല്ലാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് 3 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 5:30 ഞാൻ പോകുകയുള്ളൂ. അതുവരെ ആ മീൻ കേടാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഓഫീസിലെ ഫ്രീസറിൽ കൊണ്ട് ആ മീൻ വെച്ചു. ഇപ്പോൾ 6 മണിയായി. ഇപ്പോഴാണ് ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ വന്നു, ഫ്രീസറിൽ നിന്ന് ഞാൻ വെച്ച മീൻ എടുത്തു.
എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഫിഷ് ഓപ്പൺ ചെയ്തു. ഇതാണ് കിളിമീനും മത്തിയും ഞാൻ വാങ്ങിയത്. തൊട്ടപ്പുറത്ത് ഞാൻ വാങ്ങിയ കണവയുണ്ട്, സ്ക്വിഡുണ്ട്. അപ്പോൾ ഈ കണവ തോരൻ വെക്കാനും കിളിമീൻ കറി വെക്കാനും മത്തി വറക്കാനുമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറേ നാളായി ഫിഷ് വാങ്ങിയിട്ട്, കാരണം മിക്കവാറും വ്യാഴാഴ്ചകളിൽ ഞാൻ ബിസി ആയിരിക്കും. എനിക്ക് ബാക്ക് ടു ബാക്ക് മീറ്റിങ്സ് ഒക്കെ ആയിരിക്കും. ഇന്ന് 2 മീറ്റിംഗ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് പോകാൻ പറ്റിയത്. ഞാൻ അങ്ങനെ സ്ക്വിഡ് തോരൻ വെക്കാൻ ഉദ്ദേശിച്ചു. മത്തി ഏകദേശം വറുത്തിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല കേട്ടോ. അതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കരിഞ്ഞ മാതിരി തോന്നുന്നതാണ്. ഇതായിരുന്നു എൻ്റെ ഡിന്നർ. ചോറ്, മീൻകറി,